സുഹൃത്തുക്കളെ, ഞാനൊരു പ്രധാന വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കാട്ടിൻ്റെ ഉള്ളിലുള്ള ഒരു പുഴയിലേക്ക് വന്നത്. പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് ഞാൻ ഇങ്ങനെ പറയാം. ഇത് എലിവാൽ ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണ് ഈ പുഴ ഉള്ളത്. അപ്പോൾ പതുക്കെ പുഴ ഞാനിങ്ങനെ മുറിച്ച് കടക്കാനുള്ള പ്ലാനിലാണ്. ഇപ്പോൾ പുഴ മുറിച്ച് കടന്നത് ചെറിയൊരു പുഴയാണ്. ഞാൻ പറയണ ഒരു കാര്യം, എൻ്റെ പിന്നിൽ അതുപോലെ എൻ്റെ മുന്നിൽ ഒക്കെ ഉള്ളത് മണലാണ്. ലോഡ് കണക്കിന് മണലാണ്. ഈ മണൽ മുഴുവൻ പോയിട്ട് ചെന്ന് ചേർന്നത് മലമ്പുഴ ഡാമിലേക്കാണ്. ഇത് ഈ ഒരു പുഴയുടെ കാര്യം മാത്രമല്ല, ഇത് ചെറുപുഴ എന്ന് പറഞ്ഞ പുഴയാണ്. ഈ പുഴയുടെ പ്രശ്നം മാത്രമല്ല, തൊട്ടടുത്തുള്ള മയിലാടിപ്പുഴ, ആ പുഴയുടെ ദൃശ്യങ്ങൾ ഞാൻ കാണിക്കാം. എല്ലാ പുഴയുടെയും മണലും മണ്ണും ഒക്കെ ചെന്ന് ചേർന്നത് മലമ്പുഴ ഡാമിലേക്കാണ്. ഇതൊക്കെ ഒരു നല്ല ടൂറിസ്റ്റ് ഏരിയ കേട്ടോ, നല്ല അടിപൊളി ഏരിയയാണ്. പക്ഷെ ശ്രദ്ധിക്കണം, വന്യമൃഗങ്ങളൊക്കെ ഉള്ളതാണ്, ശ്രദ്ധിക്കണം. നമ്മളെപ്പോഴും അറിയാത്ത ഒരു കാട്ട് പ്രദേശത്തിൽ അതുപോലെ വെള്ളമുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ ബാക്കിയുള്ള വീഡിയോയും കൂടി ഞാൻ ഇടാം. ഇതിൻ്റെ ഒരു യഥാർത്ഥ രൂപം മനസ്സിലാവണമെങ്കിൽ ബാക്കിയുള്ളതും കൂടി ഇടണം. അപ്പോൾ വീണ്ടും ഞാൻ അടുത്ത പുഴയിലേക്ക് പോവുക. ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ ചെറുപുഴയിൽ നിന്ന് മയിലാടിപ്പുഴയിലേക്കാണ് പോകുന്നത്. ഇതാണ് ചെറുപുഴ. ഇവിടുന്ന് ഒരു 100-150 മീറ്ററേ ഉള്ളൂ പിന്നെ മലമ്പുഴ റിസർവോയറിലേക്ക്. അവിടേക്കാണ് ഇപ്പോൾ ഈ വെള്ളം പോണത്. കുടിവെള്ളമാണ്, പിന്നെ കൃഷി ആവശ്യത്തിനുള്ള വെള്ളമാണ്. കുട്ടികൾ കുളിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു നാണം. എന്താ മറ്റേ സിൽക്ക് സ്മിതയുടെ കുളിയല്ലേ നാണിക്കാൻ. ഇതാണ് മയിലാടിപ്പുഴ. മയിലാടിപ്പുഴയിലും ഞാൻ നേരത്തെ പറഞ്ഞ അതേ ഒരു വിഷയമാണ്. ഈ പാറ ഒക്കെ മണലായിട്ട് ആ മണൽ പോണതും ഇതേ ഡാമിലേക്കാണ്. ആ കാണുന്നതാണ് മലമ്പുഴ റിസർവോയർ. ഒരു 100 മീറ്ററും കൂടി ഇല്ല. അപ്പോൾ ഈ മണൽ പോണത് റിസർവോയറിലാണ്. ഇതൊക്കെ നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ്. ഇതിപ്പോൾ ഒരു 1.5 ആഴ്ച മുമ്പ് പെട്ടെന്ന് വെള്ളം കയറി. അപ്പോൾ പുഴയിൽ കുളിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കണം. നാലുപാടും ശ്രദ്ധിച്ചതിന് ശേഷം ഇത്തരം പുഴയിലൊക്കെ ഇറങ്ങാവൂ. കാരണം മലയിൽ പെട്ടെന്ന് വെള്ളം വരും മഴ പെയ്തിട്ട്.
പിന്നെ ഇവിടുന്ന് ഇന്നിപ്പോൾ കുറച്ച് മഞ്ഞുള്ള സമയമാണ്. ആ മോൾ ഭാഗത്ത് 2-3 വെള്ളച്ചാട്ടങ്ങളുണ്ട്. ഇവിടുന്ന് ഒരു 100 മീറ്ററാണ് അശോക റിസോർട്ടിലേക്കുള്ളത്, അതായത് നമ്മുടെ സ്വന്തം റിസോർട്ടിലേക്ക്. അപ്പോൾ അവിടേക്കുള്ള ഒരു സ്വാഗതം കൂടി അതിൻ്റെ ഒപ്പം പറയുകയാണ്. അപ്പോൾ അടുത്ത കേന്ദ്രത്തിലേക്ക് പോവാം. ഇത് മയിലാടിപ്പുഴ. ശ്രദ്ധിക്കണം, തെക്കേ മലമ്പുഴയിൽ മയിലാടിപ്പുഴ വേലാമ്പറ്റ എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു വിഷയത്തിലേക്കാണ് വരുന്നത്. ഇതൊക്കെ മണൽ വന്നിട്ട് കൂടിയ സ്ഥലങ്ങളാണ്. ഇപ്പോൾ ഈ അടുത്ത് ഇറിഗേഷൻ്റെ ഒരു പ്രസ്താവന ഞാൻ കണ്ടു. മലമ്പുഴ ഡാമിൽ വെള്ളം കൂടി. കാരണം ഒരാഴ്ച മുമ്പ് മയിലാടിപ്പുഴയിൽ പെട്ടെന്ന് വെള്ളം വന്നു. ഒരു രാവിലെ 8 മണിക്ക് ഒറ്റയടിക്ക് കര കവിഞ്ഞൊഴുകി. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ദിവസം ഇറിഗേഷൻ്റെ ഒരു റിപ്പോർട്ട് വന്നു, മലമ്പുഴ ഡാമിൽ വെള്ളം കൂടി എന്ന് പറഞ്ഞിട്ട്. എങ്ങനെ വെള്ളം കൂടാതിരിക്കുക? ഈ മണൽ, ഓരോ പുഴയിലുള്ള മണലുകൾ, അതായത് നിരവധി പുഴകളാണ്. ഒന്നാം പുഴ, ചെറുപുഴ, മയിലാടിപ്പുഴ, കരടിച്ചോല, പിന്നെ കല്ലംകുന്ന് പുഴ, അങ്ങനെ പേരിക്ക് ചെറിയ വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ ഒരുപാട് നിരവധി പുഴകൾ വന്നു ചേർന്ന ഒരു സ്ഥലമാണ് ഈ മലമ്പുഴയുടെ ഡാം. ആ ഡാമിലേക്കാണ് ഈ മണൽ വന്നു ചേർന്നത്. ഈ മണൽ വി എസ് അച്യുതാനന്ദൻ്റെ കാലത്ത് മണലെടുത്ത് കുറേ മണലെടുത്തിരുന്നു. പക്ഷേ വീണ്ടും ഈ മണലെടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പാറകൾ പൊട്ടിച്ചിട്ടാണ് മണൽ ഇപ്പോൾ നിർമ്മാണ പ്രവർത്തികൾക്ക് കിട്ടണത്. ആ മണലും സിമൻറ്റും കൂടിയിട്ട് ഒരു വീടിൻ്റെ പണി കഴിഞ്ഞാൽ ഒരു 2 കൊല്ലം കഴിയുമ്പോഴേക്കും അത് അടർന്നു പോരുന്നൊരു സംവിധാനമുണ്ട്. സിമൻറ്റിലേക്ക് എപ്പോഴും മണൽ തന്നെ വേണം. ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. കാരണം വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് പോലെ തന്നെയാണ് ഈ മണലും സിമൻറ്റും കൂടിയുള്ള കണ്ടൻറ്റും. അത് കൂടിച്ചേര് തന്നെ വേണം. അപ്പോൾ ഇതൊക്കെ രസാന്തരത്തിൽ പഠിച്ച കാര്യങ്ങളാട്ടോ. അപ്പോൾ ഈ പാറ പൊട്ടിച്ചിട്ടല്ല മണൽ വേണ്ട, സ്വാഭാവികമായ മണൽ വേണം. അത് മണലുണ്ട് കേരളത്തിൽ. 143 147 നദികളുണ്ട്, അതിലൊക്കെ മണലുണ്ട്. ഇത് എല്ലാതും എടുത്ത് പിന്നെ പ്രകൃതിനെ ചൂഷണം ചെയ്യണമെന്നല്ല പറയുന്നത്. ഒരു മാസം 5000 ലോഡ് മണലെടുക്കാനുള്ള സംവിധാനം ഇപ്പോൾ മലമ്പുഴ പ്രൊജക്റ്റിലുണ്ട്. അതായത് മലമ്പുഴ ഡാമിൽ 5000 ലോഡ് മണലിന് ഒരു 2000 രൂപ വെച്ചിട്ട് ലൈഫ് പദ്ധതിക്ക് കൊടുത്താൽ ആ ലൈഫ് പദ്ധതിക്കാർക്കും സംതൃപ്തിയായി, പഞ്ചായത്തിനും അതിൽ നിന്നൊരു ഫണ്ട് കിട്ടും, ആളുകൾക്ക് നല്ല മണൽ ഇട്ടിട്ട് വീടിൻ്റെ തേപ്പ് പണി ചെയ്യാം. മണൽ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഭാഗത്തെ, ഇതിപ്പോൾ ഈ പൂക്കുണ്ട് ഭാഗത്തുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ഞാൻ കാണിച്ചത്. ഇത് 30-40 കിലോമീറ്റർ ദൂരം ഈ മണലുണ്ട്. അത്രയും മണൽ ഇവിടുന്ന് എടുക്കുക. ആ മണലെടുക്കുമ്പോൾ എന്താ വെച്ചാൽ ഡാമിൽ വെള്ളം നിൽക്കും. ഡാമിൽ വെള്ളം നിൽക്കുമ്പോൾ അതുകൊണ്ട് ശുദ്ധജല പദ്ധതിയും അതുപോലെ ഇറിഗേഷനും വൈദ്യുതി ഉണ്ടാക്കലൊക്കെ മലമ്പുഴയിൽ നടക്കും. പക്ഷേ ഇതിന് എന്ത് വേണം? ഇച്ഛാശക്തി ഇല്ല ഉദ്യോഗസ്ഥർ വേണം. ഈ ഉദ്യോഗസ്ഥരാണ് ഇത്. ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഒരു MLA വിചാരിച്ചാലോ ഒന്നും നടക്കില്ല. ഉദ്യോഗസ്ഥ തലത്തിൽ കൃത്യമായ പേപ്പർ വർക്കുകൾ നടത്തണം. ഇത് കൈയിട്ട് മാന്താൻ വേണ്ടിയിട്ട് ഈ ജിയോളജി വകുപ്പാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ അഴിമതി നടത്തണ ഒരു വകുപ്പാണ് ജിയോളജി. ഒരാളും അറിയില്ല. അറിയണത് പാറമടയുടെ ആളുകൾ, ക്രഷറിൻ്റെ ആളുകൾ, അതുപോലെ ഈ പാറ പൊട്ടിച്ച് മണലെടുത്ത് വിറ്റ് കാശുണ്ടാക്കണ ടീം, അവരും ഈ ജിയോളജി വകുപ്പ് മാത്രം അറിയണ ഒരു സംഭവമാണ്. കോടികളുടെ അഴിമതിയാണ് ജിയോളജി വകുപ്പിൽ നടക്കുന്നത്. അതുപോലെ തന്നെ റവന്യൂ, ഇവരാണ് അതിൻ്റെ മുകളിൽ പൈസ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതേപോലത്തെ സംവിധാനം വന്നാൽ
പഞ്ചായത്തിനാണ് അതിൻ്റെ ഗുണമുള്ളത്. പഞ്ചായത്താണ് സത്യം പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് സഹായം നൽകുന്ന ഒരു വകുപ്പ് പഞ്ചായത്ത് വകുപ്പാണ്. ആ പഞ്ചായത്തിനാണ് ഫണ്ടും വേണ്ടത്. ആ ഫണ്ട് ശരിക്കും നമ്മൾ ആലോചിച്ച് നോക്കൂ. ഒരു 5000 ലോഡ് ഇവിടുന്ന് മന്ത്ലി ഈ മലമ്പുഴ ഡാമിൽ നിന്ന് എടുക്കുക വെച്ചാൽ അങ്ങനെ ഒരുപാട് ഡാമുകൾ കേരളത്തിലുണ്ട്. ആ കേരളത്തിലെ ഡാമിൽ നിന്നൊക്കെ 5000 ലോഡ് മണൽ വെച്ച് പോയാൽ അതിൻ്റെ ഒരു ഫണ്ട് കേരളത്തിൽ വരും. കുറേ ആളുകൾക്ക് പണിയാവും, ലോറി തൊഴിലാളികൾക്ക് പണിയാവും. അപ്പോൾ അവിടെ ഒരു ചായ കച്ചവടം നടക്കും. ഇതൊക്കെ സ്വാഭാവികമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഈ പ്രകൃതിക്കാർ പറയും മണലെടുത്താൽ അങ്ങനെയാവും ഇങ്ങനെയാവും. ഒരു ചുക്കും വരാനില്ല. കാരണം എന്താണെങ്കിൽ പട്ടാമ്പി പുഴയിൽ നിന്നൊക്കെ മണലെടുത്തായിരുന്നു, തൂതപ്പുഴയിൽ നിന്ന് മണലെടുത്തായിരുന്നു ഒരു കാലത്ത്. അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഇപ്പം എന്തുകൊണ്ട് ഇപ്പം പ്രകൃതി ദുരന്തം എന്തുകൊണ്ടുണ്ടാവണു? ഈ മണൽ വന്ന് സ്വാഭാവികമായിട്ടും വന്ന് ചേരുകയാണ്. വന്ന് ചേരുമ്പോൾ അവിടെ വെള്ളപ്പൊക്കം ഉണ്ടാവും. അത് നമുക്ക് തന്നെ അറിയാമല്ലോ. ഇപ്പോൾ കൃഷി ഉണ്ടാക്കുമ്പോൾ പണ്ട് വരമ്പ് ചെത്തിക്കൂട്ടുക അറിയും. വരമ്പ് ചെത്തിക്കൂട്ടും. അപ്പോൾ അതിലെ കൂടെ ഒരു ചാല് വരും, വെള്ളം അതിൽ കൂടെ വരും. ആ ചാല് സ്ഥിരമായിട്ട് എല്ലാ മഴക്കാലത്തും കൃഷി ഉണ്ടാക്കണ നെല്ലിടുന്ന സമയത്ത് ആ ചാലുണ്ടാക്കും. അല്ലെങ്കിൽ ആ ചാല് തൂർന്നാൽ കൃഷി നശിച്ചു പോകും. അതന്നെയാണ് ഇതിലും നടക്കുന്നത്. ഈ മണലെടുക്കണം, മണലും മണ്ണൊക്കെ എടുക്കണം. എത്ര ലോഡ് മണ്ണാണ് ഇവിടെയൊക്കെ വന്ന് ചേർന്നുണ്ട്. പണ്ട് ഞാനൊക്കെ പഠിക്കണ കാലത്ത്, പാലക്കാട് മലമ്പുഴയിലൊക്കെ പഠിക്കണ കാലത്ത് ഡാം തുറന്നു വിട്ട ചരിത്രമല്ല. എൻ്റെ അനുഭവത്തിൽ ആ സമയത്ത് എപ്പോഴോ ഒന്നോ രണ്ടോ വട്ടം തുറന്നു വിട്ടുണ്ടോ എന്നല്ലാതെ ഡാം തുറന്നു വിടാറില്ല. പിന്നെ ഈ ഓണക്കാലത്തൊക്കെ എന്താ വെച്ചാൽ ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഡാം തുറന്നു വിടും. അല്ലാതെ ഒരു വെള്ളം ഫുള്ള് നിറഞ്ഞിട്ടില്ല ഡാം തുറന്നു വിടലല്ല. ഇപ്പം അതല്ല സ്ഥിതി. ഇപ്പോൾ ഒരു 4-5 മഴ പെയ്താൽ, 2 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായ സംഭവം, ഒരു തുള്ളി ഇതേപോലെ ആയിരുന്നു അന്ന് ഡാം. പക്ഷേ ഒരു 5 ദിവസത്തെ വെള്ളം വന്നതോടുകൂടി ഡാം തുറന്നു വിടേണ്ടി വന്നു. ഈ 5 ദിവസത്തെ മഴ കൊണ്ടൊന്നും ഇത് വെള്ളം കയറില്ല. കാരണം ഈ 35-40 കിലോമീറ്റർ ദൂരം ഓരോ ഇഞ്ച് കയറി വന്ന് വെള്ളം കയറിയാലാണ് ഈ ഡാം തുറന്നു വിടേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ ഒറ്റയടിക്ക് ഒരു ഭാഗത്ത് നമ്മൾ ബക്കറ്റിൽ വെള്ളം വെച്ച പോലെയല്ല. അത് മലമ്പുഴ ഡാം കെട്ടിയത് മുതൽ ഇതിൻ്റെ ലാസ്റ്റ് അറ്റം എലിവാലിലാണ് വരുന്നത്. അവിടേക്ക് ഏകദേശം 32-40 ഇടയിൽ കിലോമീറ്റർ ഉണ്ട്. അത്രയും ദൂരം വെള്ളം വന്നാലാണ് അവിടെ ഡാം തുറന്നു വിടുന്നു. പക്ഷേ ഇവിടെ എന്താ സ്വാഭാവികമായിട്ട് വരുന്നത്? 5 ദിവസം മഴ പെയ്യുമ്പോഴേക്കും ഡാം തുറന്നു വിട്ടു. കാരണം വെള്ളം നിൽക്കണില്ല, വെള്ളം നിൽക്കാനുള്ള സ്ഥലമില്ല, അതിനുള്ള കുഴിയില്ല, കുണ്ട് വേണമല്ലോ. വെള്ളത്തിന് കുണ്ടില്ല. ഇപ്പം നമ്മളൊരു കിണറാണ്. ജനങ്ങൾ സാധാരണ ഈ ഉദ്യോഗസ്ഥന്മാരെന്ത് പൊട്ടന്മാരല്ലല്ലോ. ഏത് മനുഷ്യനും ആലോചിച്ചാലും അറിയാമല്ലോ. ഇപ്പോൾ ഒരു കിണറിൽ ഒരു ചാല് വന്നിട്ട് ഇങ്ങനെ വരികയാണ്, ഒരു വെള്ളച്ചാല്. ആ കിണർ തൂർന്നു പോവില്ലേ? അപ്പോൾ അടുത്ത കൊല്ലം നമ്മൾ കിണർ തോണ്ടില്ലേ, കിണർ വൃത്തിയാക്കില്ലേ? ഇത് കാലാകാലമായിട്ട് ഈ ഡാം വൃത്തിയാക്കണില്ല. ഇത് മാത്രമല്ല, ഒരു പുഴയും വൃത്തിയാക്കണില്ല. ഈ പുഴയിലത്തേക്ക് മണലെടുത്തിട്ട് വിൽപ്പന നടത്താനുള്ള സംവിധാനം ഗവൺമെൻറ് മുൻകൈ എടുക്കുക തന്നെ വേണം. അത് മന്ത്രി മുന്നിലേക്ക് ഇറങ്ങിയിട്ട് ചെയ്യണം. അല്ലാതെ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടൊന്നും ചെയ്യിച്ചാൽ അവർ ഒരു പണിയെടുക്കില്ല. കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞാൽ ഇത്രയും മാന്യമായിട്ടാണ് പറയണത്. ഇത്രയും വൃത്തികെട്ട മനുഷ്യർ ഈ ഉദ്യോഗസ്ഥരുണ്ടാ. അതിൽ കുറച്ച് നല്ലവരുണ്ടില്ല എന്ന് ഞാൻ പറയണില്ല. പക്ഷെ അവരെ പണിയെടുപ്പിക്കാൻ മറ്റുള്ളവർ സമ്മതിക്കില്ല. പിന്നെ ഏതെങ്കിലും വൃത്തികേട് കാണിക്കണ ഉദ്യോഗസ്ഥനെ എടുത്ത് പുറത്തേക്ക് ഇടാനും കഴിയില്ല. കാരണം അവന് ശക്തമായ യൂണിയൻ ഉണ്ട്. അത് ഓരോ ഭരണകാലത്തും CPM ഭരിക്കുമ്പോൾ NGO യൂണിയനിൽ ആളായിരിക്കും. അത് കഴിഞ്ഞ് കോൺഗ്രസ് ഭരിക്കുമ്പോൾ അവൻ NGO അസോസിയേഷനാവും. അല്ല CPIയുടെ വകുപ്പാണെന്ന് വെച്ചാൽ അവൻ CPIയുടെ വകുപ്പാവും. ഇതാണ് CPIയുടെ യൂണിയനാവും. ഇതാണ് നടക്കുന്നത് ജോയിൻറ്റ് കൗൺസിലിൽ. അപ്പോൾ അല്ലെങ്കിൽ
ഏതാ ഭരണം വെച്ചാൽ ആ ഭരണത്തിൻ്റെ ഒപ്പം നിൽക്കണവരാണ് ഈ ഉദ്യോഗസ്ഥർ. ഇത്രയും വൃത്തികെട്ട ഒരു സമൂഹം എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ ഇപ്പം ഈ ഒരു ഉദ്യോഗസ്ഥന്മാരെ എത്രയും പറയാൻ കാരണം, എൻ്റെ 2000 പിടിച്ചു വെച്ച ഒരു പൈസ ഇപ്പം ഈ കഴിഞ്ഞ ആഴ്ചയാണ് കിട്ടിയത്. 25 കൊല്ലം കഴിഞ്ഞു ആ പൈസക്ക് ശാപമോക്ഷം കിട്ടാൻ. ഇതൊക്കെ എവിടെയും പറയണം, പറഞ്ഞേ പറ്റൂ, ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തണം. അത്തരം വെറുതെ എല്ലാ ആളുകൾ പിന്നെ ഓഫീസിൽ കയറി കത്തിക്കലും ഓഫീസിൻ്റെ ഉള്ളിൽ കയറി ആത്മഹത്യ ചെയ്യുകയും ചെയ്യണം. ഇവരുടെ വൃത്തികെട്ട നയങ്ങൾ. ഒരു ഗവൺമെൻറ്റിനോട് പറയാനുള്ളത്, ഒരു ഫയല് മാക്സിമം 3 മാസം അല്ലെങ്കിൽ 6 മാസം, 6 മാസത്തിൻ്റെ ഉള്ളിൽ അതിൻ്റെ പഠന റിപ്പോർട്ട് അതിൻ്റെ മേലുള്ള ഉദ്യോഗസ്ഥന് ആ മേലുള്ള ഉദ്യോഗസ്ഥൻ കഴിഞ്ഞാൽ അത് നേരെ കലക്ടർക്ക് കൊടുക്കാനുള്ള സംവിധാനം കേരളത്തിൽ വേണം. അപ്പോൾ ഇവരുടെ നെകളിപ്പ് നിൽക്കും. ഈ ഉദ്യോഗസ്ഥന്മാരുടെ വേറൊരു കാര്യം കൂടി, 11-11:15 അവർ ഓഫീസിൽ കയറുക. 4 മണി എന്ന് പറഞ്ഞാൽ അവർ ചായയും പരിപ്പുവടയും കഴിച്ച് അവർ പുറത്തേക്ക് ഇറങ്ങി. ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയും. ഏത് ഓഫീസിലും നിങ്ങൾ പോയിക്കോളൂ. വളരെ കാര്യക്ഷമതയോട് കൂടിയിട്ട് പ്രവർത്തിക്കണ കുറച്ച് ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയില്ല. പക്ഷേ പൊതുവെ എല്ലാ ഓഫീസിലും കയറി ഇറങ്ങുന്ന ഒരാൾ എന്ന നിലയ്ക്ക് വളരെ മോശമാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ. അതിൽ അധ്യാപക സമൂഹത്തിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. അവർക്ക് നല്ല പണികൾ കൊടുത്തിട്ടുണ്ട് ഗവൺമെൻറ്. എന്നാലും അവരേലും പണിയെടുക്കാത്ത അധ്യാപകരും കുട്ടികളെ നേരം പോലെ പഠിപ്പിക്കാത്ത അധ്യാപകരും ഉണ്ട്, ഇല്ല എന്ന് പറയില്ല. പക്ഷേ ഉദ്യോഗസ്ഥ തലത്തിൽ പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങളിൽ ഇപ്പോൾ ഈ മണലെടുക്കണം എന്ന് പറഞ്ഞ ഒരു തീരുമാനം ഉണ്ടാക്കിയാൽ അത് പൊളിച്ച് കയ്യിൽ തരും. അതാണ് സർക്കാർ ഉദ്യോഗസ്ഥർ. ഇതിന് കുറ്റം പറയല്ല. ഇവർ പണിയെടുത്തിട്ട് പിന്നെ എത്ര ലക്ഷക്കണക്കിന് 5 ലക്ഷത്തിൻ്റെ മുകളിലേറ്റ ഉദ്യോഗസ്ഥരുണ്ട്. കൃത്യമായ ശമ്പളം ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. പക്ഷേ അവർ പണിയെടുക്കണമെന്ന് വെച്ചാൽ ആ പണിയെടുക്കണതിന് വേണം പൈസ കൊടുക്കാൻ. ഇപ്പോൾ ഒരു പ്രൈവറ്റ് ഇതാണെങ്കിൽ അവൻ പണിയെടുക്കണുണ്ടോ നോക്കും. അവന് ഡെയിലി ഒരു ടാർഗറ്റ് കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ അത് അച്ചീവ് ചെയ്യുന്നുണ്ടോ നോക്കും. എന്നിട്ട് അവന് ശമ്പളം കൊടുക്കും. അതുപോലെ ആവണം ഗവൺമെൻറ് തലത്തിലും. നല്ല പണിയെടുക്കണവന് നല്ല ശമ്പളം കൊടുത്തോട്ടെ, അല്ലാത്തവന് കൊടുക്കരുത്. അല്ലെങ്കിൽ അവന് മാസം 1000 ഉറുപ്പിക വെച്ചിട്ട് അവൻ്റെ ശമ്പളത്തിൽ നിന്ന് കട്ട് ചെയ്യാനുള്ള പരിപാടി വേണം. അപ്പോൾ കുറേ ഇവർ പണിയെടുക്കാൻ തുടങ്ങും. അപ്പോൾ കൂടുതൽ ദീർഘിപ്പിക്കണില്ല. ഈ മണൽ മാഫിയ, അതായത് പാറയും കോറിയൊക്കെ ഉണ്ടായി, ക്രഷറൊക്കെ ഉണ്ടായി ഈ നാടിനെ നശിപ്പിക്കുക, ഈ പ്രകൃതിനെ നശിപ്പിക്കണത് അവരാണ്. ഇപ്പം ഈ പ്രകൃതിയുടെ ആളുകൾ ഈ മണലെടുക്കണതിന് എതിരായിട്ട് നിൽക്കുന്നത് അവരെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ടും അവരെ നിന്ന് നക്കാപ്പിച്ച വാങ്ങാൻ വേണ്ടിയിട്ടുമാണ്. ഇത്തരം പരിപാടികളാകുമ്പോൾ ഇതിൻ്റെ പൈസ കിട്ടുന്നത് പഞ്ചായത്തിനാണ്. അപ്പോൾ അതിനുള്ളൊരു ശ്രമം ഗവൺമെൻറ് തലത്തിൽ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുന്നു. വള്ളുവനാടനാണ്. പ്രമോദ് പെരിന്തൽമണ്ണ.